അവർക്ക് തന്നെ അറിയാം ഇവർ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല എന്നുള്ളത്. ആൻഡ് ദർ ആർ സോ മെനി പ്രൊഫസേഴ്സ്, ഇത് മുഖത്ത് നോക്കി നമ്മൾ പറയുന്ന ഇഷ്ടംപോലെ പ്രൊഫസേഴ്സ് ഉണ്ട് ദാറ്റ് എപ്പോഴും ഈ രാജ്യത്ത് വന്ന് നമ്മൾ പഠിക്കാനായിട്ടാണ്, അതാണ് നമ്മുടെ പ്രൈമറി ഗോൾ. വർക്ക് ഈസ് സെക്കൻഡറി. ബിക്കോസ് നമ്മൾ പഠിച്ച ആ ഒരു ഇതിൽ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പഠിച്ച് കഴിഞ്ഞിട്ടൊരു ജോലി വേണ്ടേ. ലൈക്ക് മെജോറിറ്റി ഇവിടെ വരുന്ന ആൾക്കാർ അവർക്ക് കരിയറിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള അലൈൻമെൻറ്റിലോടൊന്നും അല്ല അവർ കോഴ്സ് എടുക്കുന്നത്. അവരൊരു ഏജൻസി പോകുന്നു, ഏജൻസി പറയുവാണ് ഈ കോഴ്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിസ കിട്ടും. നമ്മൾ നാട്ടിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ റോട്ടിൽ കൂടി നടക്കുവാണെങ്കിൽ നമ്മുടെ പേഡീസ് മാക്സിമം നമ്മുടെ മാലാരിക്കും പറിച്ചോട്ട് പോകും. അങ്ങനത്തെ കുറച്ചും കൂടി ഇത് ഇവിടെ സത്യം പറയാലോ കുറേ പ്രാവശ്യം ട്രാവൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നാരെങ്കിലും കുത്തുമോ അതോ വേണ്ടി വയ്ക്കുമോ എന്നുള്ളൊരു ഫിയർ ഇസ്. നിങ്ങൾ മൂവ് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ടാരും വരില്ലേ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. But I believe this country is still better, and I still have hope for making it better as well. Like putting a suggestion out there, like what if it's a collective mind, ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ. കാരണം ഇവിടെ വരുന്ന ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, ലൈക്ക് ഭൂരിപക്ഷം പ്രോബ്ലി 90% ഓഫ് ആൾക്കാരും ദേ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് ഹിയർ. ഇതിപ്പോൾ ഞാനൊരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിനെ കുറിച്ചോ അങ്ങനെയല്ല പറയുന്നത്. ലെറ്റ്സ് ടേക്ക് ഓവറോൾ ഇമിഗ്രേഷണൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. വരുന്ന ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഈ രാജ്യത്തോട്ട് വരിക, ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി എടുക്കുക, വെദർ ഇറ്റ്സ് പാർട്ട് ടൈം ഓർ ഫുൾ ടൈം. ഇറ്റ് ക്യാൻ ബി എനി റാൻഡം തിങ്. ദേ ആർ റെഡി ടു ഡു എനിത്തിങ് as long as they are getting money. as long as they are getting money, and that is like minimum wage, and they are not focused on their career or their studies. അതായത് പഠിച്ച് അതിൽ നിന്ന് നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ ആ പഠിക്കുന്ന ജോലി ഉണ്ട്, അല്ലെങ്കിൽ അവർ ആദ്യം നാട്ടിൽ ചെയ്ത പ്രൊഫഷനിലുള്ള ജോലിക്ക് ട്രൈ ചെയ്യണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള സ്റ്റുഡൻസ് ഞാൻ അധികം കണ്ടിട്ടില്ല. ലൈക്ക് അത്ര കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടില്ല. സോ വാട്ട് ഇഫ് ദാറ്റ്സ് ദ കേസ്? അതായത് ഇങ്ങനൊരു സ്റ്റീരിയോ ടൈപ്പും കൊണ്ടാണ് ഒരുപാട് ഭൂരിപക്ഷം ആൾക്കാർ വരുന്നത്. അതാണ് ഈ പറഞ്ഞ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഇതിനെ ഷേപ്പ് ചെയ്യുന്ന അതുകൊണ്ടാണെങ്കിലും, വാട്ട് ഇഫ് ദാറ്റ്സ് ദ റീസൺ? ഓർ ലൈക്ക് വാട്ട് ഇഫ് ഈ പറഞ്ഞ പോലെ നമുക്കും ഇത്രയും ഡിഫിക്കൽട്ടായി തോന്നാൻ കാരണം അതുകൊണ്ടാണല്ലോ. ബിക്കോസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഓൾറെഡി ലേബിൾ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് അവരെ കുറ്റം പറയാം. ലൈക്ക് ഇപ്പോൾ ഒരു എംപ്ലോയർ ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഫസേഴ്സ് ഒക്കെ ആണെങ്കിലും അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റീരിയോ ടിപ്പിക്കൽ ഒരു പെർസെപ്ഷൻ ഓൾറെഡി അവരുടെ മനസ്സിലുണ്ട്. അതുള്ളത് ഇവിടുത്തെ ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ആൾക്കാരും മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഈ പറഞ്ഞതുപോലെ റൈറ്റ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് വരാത്തതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അവർക്ക് തന്നെ അറിയാം ഇവർ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല എന്നുള്ളത്. ആൻഡ് ദർ ആർ സോ മെനി പ്രൊഫസേഴ്സ്, ഇത് മുഖത്ത് നോക്കി നമ്മൾ പറയുന്ന ഇഷ്ടംപോലെ പ്രൊഫസേഴ്സ് ഉണ്ട് ദാറ്റ് നിങ്ങളിവിടെ പഠിക്കാൻ വേണ്ടിയല്ല വന്നേക്കുന്നതെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്നുള്ളത് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ നമ്മൾ എന്തായാലും ഈ രാജ്യത്തോട്ട് വരുമ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാനാണെങ്കിലും ഡിപ്ലോമ എടുക്കാനാണെങ്കിലും നല്ലൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്പെൻഡ് ചെയ്യുമ്പോൾ മൈറ്റ് ഇസ് വെൽ അധികം നമുക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെങ്കിലും ഫോക്കസ്ഡ് ആയിരിക്കണ്ടേ. അതായത് ഇപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യുന്നതാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ്, ആ പഠിക്കുന്ന സംഭവത്തിനെ പറ്റി നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഡിറക്ഷൻ ഇല്ലായ്മ ഡെഫിനറ്റ്ലി ഒരു ഫാക്ടറാണ്. ആൻഡ് അത് കുറേ ഇപ്പോൾ ഒരു 95% ആൾക്കാരും അങ്ങനെയാണെങ്കിൽ ആ ബാക്കിയുള്ള 5% അത് ഓട്ടോമാറ്റിക്കലി ഇമ്പാക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് അസൈൻമെൻറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് വരുന്ന ഒരാളാണെങ്കിലും അവരുടെ മനസ്സിൽ ഓക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്, ഇങ്ങനെയാണ് വന്നത്, അപ്പം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് എല്ലാവർക്കും ഐ പേഴ്സണലി ഫീൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. And what do you think? ലൈക്ക് സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അതായത് നമ്മളൊരു ലൈക്ക് സ്റ്റുഡൻസിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ എസ്പെഷ്യലി ഒരു ബ്രാക്കറ്റിൽ ഇടുന്നുണ്ട്. അതായത് ഇവർ ഡെഫിനറ്റ്ലി അത് നമ്മൾ ടോക്കിംഗ് ടു സോ മെനി പീപ്പിൾ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവർ ബേസിക്കലി
പഠിക്കാനാണ് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ, ഒരു ജോലിക്ക് തപ്പുവാണെങ്കിൽ, ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരാൾ ദേ ആർ ലുക്കിംഗ് ഫോർ എ ജോബ്. There has been so many cases where a full-time person is preferred over a part-time person because international students can only work part-time. പിന്നെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജോബ്സ് മാത്രമേ അവർക്ക് ആക്സസിബിൾ ഉള്ളൂ. സ്റ്റുഡൻസിന് ബിക്കോസ് പാർട്ട് ടൈം ആയതുകൊണ്ട്, ബിക്കോസ് അവർക്ക് നമുക്ക് എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർ റിലയബിൾ ആളല്ല. ബിക്കോസ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പം അവർക്ക് എപ്പോൾ വേണമെങ്കിലും അസൈൻമെൻറ്റ്സ്, എക്സാംസ് അങ്ങനെയൊക്കെ ഉണ്ട്. സോ അവർക്കൊരു എക്സാക്റ്റ് ഇന്ന ദിവസം, ഓക്കെ മൺഡേ ഇന്ന മുതൽ ഈ ടൈം വരെ വരാൻ പറ്റിയില്ലെന്ന് വരും. സോ ദാറ്റ് ഈസ് പുള്ളിങ് ദം ഓഫ് ഫ്രം എംപ്ലോയ്മെൻറ്റ് സൈഡ്. പിന്നെ സ്റ്റഡി സൈഡ് വരുമ്പം ഇവർക്ക് മോസ്റ്റ് ഓഫ് ദി അസൈൻമെൻറ്റ്സ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഈസ് ബീങ് അസൈൻഡ് ടു ദം, മോസ്റ്റ് ഓഫ് ദം ദേ ആർ നോട്ട് ഏബിൾ ടു പെർഫോം ഇറ്റ് വെൽ ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവർ വർക്കാണ് കൂടുതലും ചെയ്യുന്നത്. ദേ കോൺസെൻട്രേറ്റ് മോർ ഓൺ ദ വർക്ക് ദാൻ സ്റ്റഡി. പക്ഷേ എപ്പോഴും ഈ രാജ്യത്ത് വന്ന് നമ്മൾ പഠിക്കാനായിട്ടാണ്. അതാണ് നമ്മുടെ പ്രൈമറി ഗോൾ. വർക്ക് ഈസ് സെക്കൻഡറി. ബിക്കോസ് നമ്മൾ പഠിച്ച ആ ഒരു ഇതിൽ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പഠിച്ച് കഴിഞ്ഞിട്ടൊരു ജോലി വേണ്ടേ, ഒരു ഫുൾ ടൈം ജോലി വേണം. സോ ഈ രാജ്യത്ത് ഒരു കോഴ്സ് പഠിക്കാൻ വേണമെങ്കിൽ നമുക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നിയോണ്ടാണ് നമ്മൾ ആ കോഴ്സ് എടുക്കുന്നത്. സോ ദാറ്റ് എഫേർട്ട് നീഡ്സ് ടു ബി പുട്ട് ഇൻ. ദാറ്റ്സ് ദ മെയിൻ റീസൺ വൈ people are being stereotyped, I feel. അല്ല, അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ പലവരും കോഴ്സ് എടുക്കുന്നത്? അതായത് എനിക്ക് തോന്നുന്നില്ല, ലൈക്ക് മെജോറിറ്റി ഇവിടെ വരുന്ന ആൾക്കാർ അവർക്ക് കരിയറിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള അലൈൻമെൻറ്റിലോടൊന്നും അല്ല അവർ കോഴ്സ് എടുക്കുന്നത്. അവരൊരു ഏജൻസി പോകുന്നു, ഏജൻസി പറയുവാണ് ഈ കോഴ്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിസ കിട്ടും. ബ്ലൈൻഡായിട്ട് അവർ ആ കോഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഈ ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ ഭയങ്കര ജനറിക് ആയിട്ടുള്ള കോഴ്സസ് ഇവരിങ്ങനെ പുഷ് ചെയ്യും. ബിക്കോസ് അവർക്ക് ആ കോളേജിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കമ്മീഷനോ വാട്ട് എവർ ബി ദ റീസൺ, അതായിരിക്കാം ആ ഏജൻസി അത് പുഷ് ചെയ്യാനുള്ള കാരണം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് എൻ എക്സ്ക്യൂസ് എനിമോർ. ബിക്കോസ് അത്രയധികം റിസോഴ്സസ് ഓൺലൈൻ അവൈലബിൾ ആണ്. ലൈക്ക് ഒരു 10-15 years ago പ്രോബബ്ലി ഒരു ഏജൻസി പറയുന്നത് നമ്മൾ അതുപോലെ വിശ്വസിച്ചേ പറ്റൂ. നമുക്കധികം ഇൻഫർമേഷൻ ഇല്ല. ഇപ്പം നമുക്ക് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കാം, റിവ്യൂസ് നോക്കാം, അവിടെ പഠിച്ചിരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം, അവിടെ പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വഴികളുണ്ട്. സോ ഇഷ്ടം പോലെ ഇൻഫർമേഷൻ ഉണ്ട്. സോ ഇപ്പോഴും ജസ്റ്റ് പ്യുവർലി ഏജൻസീനെ ബ്ലെയിം ചെയ്യുന്നത്, അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം ഏജൻസിയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഡു യു അഗ്രി ടു ദാറ്റ്? ഒബ്വിയസ്ലി നമ്മുടെ റിസർച്ച് ആൻഡ് ഇതും നമ്മൾ ആ എഫേർട്ട് നമ്മൾ ഇടണം. നമ്മളൊരു എന്താ പറയുക, എല്ലാം വിശ്വസിക്കുന്ന ഇതിലാവരുത്. നമ്മുടെ റിസർച്ചും കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ആൻഡ് ഓൾസോ ഡോണ്ട് ഓക്കെ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി അതിലൊരു എന്താ പറയുക പങ്കവർക്കുണ്ട്. നമ്മൾ അതല്ല, നമ്മുടെ പങ്ക് ഒരുപാടുണ്ട്. അതായത് ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് എവിടെയും പോകരുത്, ഒന്നും ചെയ്യരുത്. ഈ പറഞ്ഞ പോലെ വെൻ ഇറ്റ് കംസ് ടു ഇവിടെയാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, റിയാലിറ്റി ഹിറ്റ്സ് വെരി സ്ലോലി. നമ്മൾ വന്നിറങ്ങുമ്പോഴേ അയ്യോ ഇത് ഇങ്ങനെയാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ഓക്കെ ദിസ് ഇസ് ദ റിയാലിറ്റി ഹിയർ. ബട്ട് ഒബ്വിയസ്ലി there are positive sides to everything, and what I'm seeing is like she said, ഇപ്പോഴും കാനഡയിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ആക്സസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കഴിവിനും നമ്മുടെ ഫോക്കസിനും അനുസരിച്ചിരിക്കും. യുവർ ഫോക്കസ് ഈസ് യു ആർ പുട്ടിങ് യുവർ എഫേർട്ട്, അതിനനുസരിച്ചിരിക്കും. ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി നമുക്ക് വരികയാണെന്ന് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വെൽ പ്ലാൻ ഓൾറെഡി വേണം. അത് നമ്മുടെ ഇമിഗ്രേഷൻ പ്ലാൻ ആയിക്കോട്ടെ, നമ്മുടെ ഇവിടുത്തെ കരിയർ പ്ലാൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ ദാറ്റ് ഗീവ്സ് യു എ റിയലി ഗുഡ് സ്റ്റാർട്ട്. And even if you're here and you have to make things happen, there is possibilities, there is opportunities. അങ്ങനെ നമ്മളെല്ലാം കുറ്റമായിട്ട് പറയുന്നതല്ല. ഇവിടെ ജോബ് ഇല്ലെന്ന് പറയുന്നു, ജോബ് ഇല്ല. പക്ഷേ നമുക്ക് we work hard for it to get that job, no matter what, the doors will open. I totally believe in that. Like നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് കിട്ടും. Like try all resources. There's a lot of opportunities here in Canada.
അതെ ഇപ്പോഴാണെങ്കിലും അത് പ്രിറ്റി മച്ച് റിയാലിറ്റി. എങ്ങനെ ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു മേക്ക് ദാറ്റ് ചോയ്സ്, യു ഹാവ് ടു ഡിസൈഡ് ദാറ്റ് യു നോ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ആൻഡ് ദെൻ വർക്ക് ഹാർഡ് ടുവേർഡ്സ് ഇറ്റ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാലും 1 മാസം 2 മാസം കൊണ്ടൊന്നും ജോലി കിട്ടുന്നില്ല. ചില ആൾക്കാർക്ക് എനിക്കറിയാവുന്ന ആൾ 1 year ആയിട്ട് ജോലി ട്രൈ ചെയ്ത് യു നോ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഷീ ലാൻഡഡ് എ റിയലി ഗുഡ് ജോബ്. സോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അത്രയും സമയം കൺസിസ്റ്റൻസിയും നമ്മൾ മെന്റലി ആ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതും എന്നെ കൊണ്ട് അത് പറ്റും. കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ദാറ്റ് യു ഹാവ് ടു ബി വെരി ലൈക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. സോ പിക്ക് യുവർ സെൽഫ് അപ്പ് ആൻഡ് ദെൻ യു നോ എക്സാക്ട്ലി ലൈക്ക് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ദാറ്റ് ഗോൾ. Yeah, finally, just one more point that I want to address. We are talking about then and now, right? അപ്പോൾ ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റഡി അനുസരിച്ച് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ പോവേർട്ടി എന്നുള്ളൊരു വൈഡ് സ്പ്രെഡായിട്ട് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 25% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് എഫക്റ്റഡ് ബൈ പോവേർട്ടി. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ബാങ്ക് ഓഫ് കാനഡ പറയുന്നത് it's mainly due to rapid population growth because housing shortages, increase in rent, that impact in inflation. So this is all, like idum immigration ആണ് ഇവർ ബ്ലെയിം ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ഒബ്വിയസ്ലി ഇമിഗ്രേഷൻ ഈ കൺട്രിയിൽ നല്ലതാണ് ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ദേ വോണ്ട്. അതായത് അവർക്ക് ഇനിയും ആൾക്കാരെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് വാട്ട് ഹിയർ ഈ സ്റ്റഡി പറയുന്നത് ദ റാപ്പിഡ് ഇൻക്രീസ്, അതായത് ഈ ഒരു 3 വർഷത്തിനുള്ളിൽ 3 million ആൾക്കാരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദാറ്റ്സ് ലൈക്ക് 10 times വാട്ട് ദേ എക്സ്പെക്റ്റഡ്. സോ ആൻഡ് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫെസിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും അതിനകത്ത് ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. സോ ഒബ്വിയസ്ലി ഇൻഫ്ലേഷൻസ് ആൻഡ് ഹൗസിംഗ് ക്രൈസിസ്, ഓൾ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ്. More population than actual resources available. Yeah. So now the study is saying almost 25% of population in Canada, that includes all the immigrants, refugees, citizens, PRs, whoever, are affected by poverty. That means they are not able to afford certain things in life. So what do you think? What do you guys? What are your views? Let's say, tell me what was it like back then, and tell me what was it like right now. Well, there was back then ആയാലും നമുക്ക് ഫുഡ് ബാങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങൾ all was still available. People accessing the food banks were mainly people who lived in like shelter homes or people who were homeless people. Those kind of people were mainly who access food banks. Food banks in the like ആക്സസ് ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ ഫുഡ് ബാങ്ക്സിൽ പോകുന്ന വളരെ ചുരുക്കമായിരുന്നു, ടു ബി ഓണസ്റ്റ്. ബാക്ക് ദെൻ പോവേർട്ടി എന്ന് ചിന്തിക്കുമ്പം there was still a minimum wage. Minimum wage, I would say back then we started at $8 or $6 per hour is how it was back then. So we've come a long way. So still people survive with that. And നമ്മൾ ഗ്രോസറി ആയാലും everything was affordable even with that. Gas price was have seen 56 cents, 60 cents. Well, so there you just by these numbers you can see എന്തോരം വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പം. Then apart from that, housing ayalum, house prices were not that high to buy or to rent. It was affordable ആയിരുന്നു. ആ സമയത്ത് റെന്റ് ഒക്കെ ഫോർ എക്സാമ്പിൾ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ലൈക്ക് ഹൗ മച്ച് യു യൂസ് ടു പേ? ബേസ്മെന്റ്സ് ഒക്കെ നമുക്ക് $300 കിട്ടുമായിരുന്നു. The whole basement. Yeah. Whole basement. Yeah. And right now it is? Yeah. Minimum 1,400 to 1,600. For a basement, imagine. For the whole basement. If like 1 bedroom basement. Yeah. That much. Yeah. For a 1 bedroom basement? Yeah. And it was also available. ഇപ്പം വെച്ചാൽ കിട്ടാനില്ല. And ഇതൊക്കെയാണ് lot of changes back then. Poverty ayalum, what the research says is very true. Like poverty has gone up really high per the situation and such. Back then things were completely different, and
സേ ഇവിടെ വരുന്നവരായാലും ഒബ്വിയസ്ലി ഐ കൻ സേ ദാറ്റ് എല്ലാവരും ഈ നല്ല ഇൻറ്റൻഷനോട് അന്നത്തെ കാലത്തും ആൾക്കാർ ദേ ഡിഡ്ന്റ് നോ മച്ച് അബൌട്ട് ദിസ് കൺട്രി. സോ ഇവിടെ വരുമ്പോഴും ദേ ആർ ഫിഗറിങ് ഔട്ട് തിങ്സ്. ആസ് ഐ ടോൾഡ് യു, എവറിത്തിങ് വി ഹാഡ്, സോ മെനി തിങ്സ് ഹാഡ് ടു ബി ഫിഗേർഡ് ഔട്ട്. ഇവിടെ ഇപ്പം എവറിത്തിങ് ഇസ് അവൈലബിൾ ബേസിക്കലി. അത് ആൾക്കാർ ഒരു ലൈക്ക് ഇപ്പോൾ കുറേ ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഉപയോഗം നല്ല രീതിയിലല്ലാണ്ടും കുറേ ആൾക്കാർ ചെയ്യുന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളും. പക്ഷെ ബാക്ക് ദെൻ ഈവൻ വിത്തൗട്ട് നോയിങ് തിങ്സ് പീപ്പിൾ സ്റ്റിൽ സർവൈവ്ഡ് ഇൻ ദിസ് country. Being in a new country, exploring things, it was not fun to say. അന്നേരം നമ്മൾ ആ ഡിഫിക്കൽട്ടി കൂടെ പോയപ്പം നമുക്ക് അത് ഭയങ്കര സ്ട്രഗിൾ ആയിട്ട് തോന്നും. ഇപ്പോഴും സ്ട്രഗിൾ ഉണ്ട്, ബട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രഗിൾ. അത് ട്രൂ ദാറ്റ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നതിൻ്റെ ഇമ്പാക്ട്സ് ഓഫ് കോഴ്സ് കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ക്രൈം ആണെങ്കിലും റോബറി, യുനോ സേഫ്റ്റി. എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ റോട്ടിൽ കൂടി നടക്കുവാണെങ്കിൽ നമ്മുടെ പേഡീസ് മാക്സിമം നമ്മുടെ മാലാരെങ്കിലും പറിച്ചുകൊണ്ട് പോവോ ഓർ അങ്ങനത്തെ കുറച്ചും കൂടി ഇവിടെ സത്യം പറയാലോ കുറേ പ്രാവശ്യം ട്രാവൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നെ ആരെങ്കിലും കുത്തുമോ അതോ വേണ്ടി വെക്കുമോ എന്നുള്ളൊരു ഫിയർ ഇസ് പ്രിറ്റി മച്ച് റിയൽ. അത് നമുക്ക് ഇപ്പോഴാണ് ഇത്രയും ആയത്. ഇറ്റ് യൂസ് ടു ബി ലൈക്ക് എ വെരി സേഫ് കൺട്രി. ലൈക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത് കൊടുക്കണമല്ലോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് കൊടുക്കുമ്പോൾ ലൈക്ക് റീസൺ ആയിട്ട് എഴുതിയത് കാനഡ ഇസ് വൺ ഓഫ് ദി സേഫസ്റ്റ് കൺട്രീസ്. ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുവാണെങ്കിലും നമുക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഐ മീൻ അത് പേഴ്സണലി ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഈ പറഞ്ഞ പോലെ റാപ്പിഡ് പോപ്പുലേഷൻ വാസ് ദ കോസ് ഓഫ് ഓൾ ദീസ് തിങ്സ് എന്നാണ് പറയുന്നത്. റാപ്പിഡ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് സിസ്റ്റം സൊസൈറ്റിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷനും ഹൗസിംഗ് ഷോർട്ടേജും അഫോർഡബിലിറ്റി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നത്. ഈ പറഞ്ഞ പോലെ ക്രൈം റേറ്റ് കൂടാനൊക്കെ ഉള്ള കാരണം അത് തന്നെയാണ്. ബട്ട് ഒബ്വിയസ്ലി ഇനി പറയാൻ പോകുന്ന ഈ പറഞ്ഞ പോലെ ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ദേ ആർ ബാക്ക് ടു വെർ ദേ സ്റ്റാർട്ടഡ്. ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു നമ്പർ ഉണ്ടായിരുന്നു 285,000 സംതിങ്. ദേ ആർ ക്ലോസ് ടു ലൈക്ക് ദേ ആർ ഡൗൺ ക്ലോസ് ടു ദാറ്റ് റൈറ്റ് നൗ. ആ ഒരു ഇമിഗ്രേഷൻ സ്ട്രാറ്റജി അവർ ഫോളോ ചെയ്യാണ്, ലിമിറ്റ് ചെയ്യാണ്, ഹോപ്പിംഗ് ദാറ്റ് everything will be okay and things will be positive tomorrow. For a positive tomorrow. But on a good note, what I think is like it's not too bad. Canada is not ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കുറവുകൾ ഞങ്ങൾ പറഞ്ഞു, അതേപോലെ ഗുണങ്ങളും നമ്മൾ പറഞ്ഞു. Just to add to that, the intention of this video was never to discourage somebody or like നിങ്ങൾ മൂവ് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ടാരും വരില്ലേ അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് പേഴ്സണലി ലൈക്ക് ഐ വിഷ് പീപ്പിൾ വർ മോർ ഓപ്പൺ അബൌട്ട് ദ റിയൽ സ്ട്രഗിൾസ് ഹിയർ. അതായത് ഒരു റൈറ്റ് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അഫ്കോഴ്സ് ഇപ്പോഴും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്, യു ഹാവ് ദ റൈറ്റ് സ്കിൽസ് ആൻഡ് റൈറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ഇൻ ദിസ് കൺട്രി. സോ ഇത് ജസ്റ്റ് എന്താ പറയുന്നത്, ദിസ് വാസ് ജസ്റ്റ് ഒരു കാഷ്വൽ ഡിസ്കഷൻ. ഞങ്ങളെപ്പോഴും സംസാരിക്കാറുള്ള കുറച്ച് ടോപ്പിക്സ് ജനറലി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി ചെയ്ത ഒരു വീഡിയോ ആണ്. Yeah, like if you decide to come to Canada, set your intentions and expectations straight. Right. Yeah. That's all. Still this country is good if anybody wants to build a better life. That is still possible. It's like there are a lot of people who I've seen and experienced a lot of people who have made a good life here as well. ജീവിതം മാറി മറിഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അത് അവരുടെ ഹാർഡ് വർക്കും അവരുടെ സ്ട്രഗിളും ഈ പറഞ്ഞ പോലെ റിയാലിറ്റിയിൽ കൂടെ തന്നെയാണ് എല്ലാവരും പോയത്. അവർക്ക് ഈ പറഞ്ഞ പോലെ വലിയ എക്സ്പെക്റ്റേഷൻസും വെച്ചിട്ടൊന്നുമല്ല. ദേ ഹാഡ് ക്ലിയർ പ്ലാൻസ് ആൻഡ് കരിയർ പ്ലാൻസ് ആൻഡ് ലൈഫ് പ്ലാൻ, എവറിത്തിങ് ഈസ് സോർട്ടഡ്. അതിനനുസരിച്ചുള്ള സ്ട്രഗിളും കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഏത് പാത്ത് വേ അവർ ചൂസ് ചെയ്താലും, സ്റ്റുഡൻ്റ് ആയിട്ട് വന്നാലും അല്ലാണ്ട് ഡയറക്റ്റ് PR ആയിട്ട് വന്നാലും അതിൻ്റേതായ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഉണ്ടാവും.
but I believe this country is still better, and I still have hope for, like, making it better as well. And on that note, I think We are hoping that we it are was hoping, helpful. yeah, we are hoping എങ്ങനെയെങ്കിലും. that it was helpful and you guys liked it. ഇനിയും we are going to bring more videos like this, discussing on more serious topics, and we would love your suggestions, and please mention your suggestions on the comment box, and see you till next time, right? Yeah. Until next Take time. care. Bye. Signing off. Bye.